റീസെൻ്റ്ലി കമൻറ്റ് ബോക്സിലും ഒക്കെ ഒരുപാട് പേര് ചോദിച്ചൊരു ആപ്ലിക്കേഷനാണ് നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് ടൈമാണ് ഈ ആപ്ലിക്കേഷൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നത്. സോ വീഡിയോ മുഴുവനായിട്ട് എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. അതുപോലെ മാക്സിമം വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. കാരണം നമ്മൾ വീഡിയോസൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം വീണ്ടും ഇട്ടപ്പോൾ നോട്ടിഫിക്കേഷനൊക്കെ പോകൽ കുറവാണ്. അതുകൊണ്ടാണ്. സോ മാക്സിമം വീഡിയോ ഒന്ന് ഷെയർ ചെയ്തേക്കുക. സോ നമ്മളിന്ന് പോക്കറ്റ് മിത്ര എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷനാണ് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. മലയാളത്തിൽ വീഡിയോസ് ചെയ്തിട്ടുണ്ട് ആൾക്കാർ. നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇതിൻ്റെ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം 2-3 മാസം ചാനലിൽ വീഡിയോസ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ ഈ ആപ്ലിക്കേഷൻ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പ്ലേ സ്റ്റോറിലൊക്കെ അവൈലബിൾ ആണ്. ഇതിൻ്റെ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ എത്രയുണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ 4.6 റേറ്റിംഗ് ഒക്കെ വരുന്നുണ്ട്. 10 lakh പ്ലസ് ഡൗൺലോഡ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ആപ്ലിക്കേഷൻ ലോഞ്ച് ആയിട്ടുള്ളത് 2025 മെയ് 21-നാണ്. ഓൾമോസ്റ്റ് 1 year ആവാറായിട്ടേ ഉള്ളൂ. അത്യാവശ്യം ഡൗൺലോഡ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവരുടെ ഇമെയിലും മൊബൈൽ നമ്പറും ഒക്കെ ഇവിടെ കാണാനായിട്ട് സാധിക്കും. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്താൽ മതി. 18 വയസ്സിന് മേളിൽ പ്രായമുള്ള ആൾക്കാർക്ക് ലോൺ എടുക്കാമെന്ന് കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾ സ്റ്റുഡൻ്റ് ഒക്കെ ആണെങ്കിലും ഈ ആപ്ലിക്കേഷൻ്റെ അകത്ത് ലോൺ എടുക്കാനായിട്ട് സാധിക്കും. ഇവർ 1000 തൊട്ട് 20,000 വരെ ചെറിയ എമൗണ്ട് മാത്രമേ കൊടുക്കുന്നുള്ളൂ. 1000 തൊട്ട് 20,000 വരെയുള്ള എമൗണ്ടാണ്. ടെന്യൂർ ഇവർ 91 ദിവസം 365 ദിവസം വരെയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഞാൻ അപ്ലൈ ചെയ്തപ്പോൾ 15 ദിവസമൊക്കെയാണ് എനിക്ക് അപ്രൂവ് ആയിട്ടുള്ളത്. സോ അതുപോലെ ചെറിയ ടെന്യൂർ 15 ദിവസം 30 ദിവസം മാക്സിമം 60 ദിവസം ആ റേഞ്ചിലൊക്കെ ടെന്യൂർ തരുന്ന ഒരു ചെറിയ ആപ്ലിക്കേഷനാണിത്. നമുക്ക് ഇൻട്രസ്റ്റ് നമുക്ക് മാക്സിമം 36% വരെയാണ് വരുന്നത്. അതേപോലെ തന്നെ പ്രോസസ്സിംഗ് ഫീസ് നിങ്ങളുടെ ലോൺ എമൗണ്ട് ഡിപ്പെൻഡ് ചെയ്തുണ്ടാവുമെന്ന് കൊടുത്തിട്ടുണ്ട്. താഴെ ഒരു എക്സാമ്പിൾ പോലെ കൊടുത്തിട്ടുണ്ട്. ആധാർ കാർഡ് പാൻ കാർഡ് മാത്രം മതി. വേറെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ആവശ്യമില്ല. നമുക്ക് ആധാർ കാർഡ് പാൻ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ലോൺ എടുക്കാനായിട്ട് സാധിക്കും. ജയ് ഫിനാൻസ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ NBFCയിലാണ് ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത്. RBI അപ്രൂവ്ഡ് NBFC തന്നെയാണ്. സോ നമുക്ക് വേറെ ഇഷ്യൂസോ കാര്യങ്ങളൊന്നും ഇല്ല ലോൺ എടുക്കാനായിട്ട്. എന്നാലും എമർജൻസി സിറ്റുവേഷൻസിൽ മാത്രമേ ലോൺ എടുക്കുക. കാരണം ചെറിയ ടെന്യൂറാണ്. നിങ്ങൾക്ക് റീപേ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നല്ല ഇമ്പാക്റ്റ് നിങ്ങളുടെ സിബിലിലൊക്കെ വരും. സോ നിങ്ങൾ മസ്റ്റായിട്ടും റീപേ ചെയ്യാൻ പറ്റുന്നവർ മാത്രം എടുക്കുക. അല്ലാത്തവർ എടുക്കാതിരിക്കുക. ഇതുപോലുള്ള ആപ്ലിക്കേഷൻസ് വേറെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതിൽ ട്രൈ ചെയ്യുക. അല്ലെങ്കിൽ പേഴ്സണായിട്ട് ആൾക്കാരോട് ചോദിച്ചു നോക്കുക. അല്ലാതെ ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻ എടുത്തിട്ട് റീപേ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നല്ല പണി കിട്ടും. ചിലപ്പോൾ വീട്ടിലൊക്കെ ഏജന്റുമാർ വരാനുള്ള ചാൻസ് ഉണ്ട്. സോ നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ റീപേ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എടുക്കുക. എന്തായാലും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്തേക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് അപ്ലൈ ചെയ്യാം. സോ എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് കൂടി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ആപ്ലിക്കേഷൻ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ ബോറോ മെയ്ഡ് സിംപിളർ ദാൻ എവർ എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. സോ ആപ്ലിക്കേഷന് പെർമിഷൻസ് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. പെർമിഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം കൊടുക്കുക. ഞാനവിടെ കൊടുക്കുന്നുണ്ട്, കൊടുക്കാൻ നിൽക്കണ്ട. നിങ്ങൾ വായിച്ച് നോക്കുക. നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പെർമിഷൻസ് കൊടുത്ത് എഗ്രി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുത്ത് ഈ OTP എടുത്തുകൊണ്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. ശേഷം ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. മാക്സിമം ലിമിറ്റ് 20,000 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. പ്രൊഫൈലിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കംപ്ലയിൻ്റ് ആൻഡ് ഗ്രീവിയൻസിൻ്റെ അവിടെ നിങ്ങളുടെ ഇമെയിൽ അതുപോലെ തന്നെ ഇവരുടെ മൊബൈൽ നമ്പറൊക്കെ വന്നിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഡിസ്ബേഴ്സ് ആയില്ല, ലോൺ കിട്ടുന്നില്ല, അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവുകയാണെങ്കിൽ ഡയറക്റ്റ് അവരെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ 4 സ്റ്റെപ്സ് ഉള്ളൂ ലോൺ കിട്ടാമെന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത പേജിൽ ഇവിടെ അപ്ലൈ ചെയ്യാവുന്നൊരു ഓപ്ഷൻ കാണാം. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ വർക്ക് ടൈപ്പ് ചോദിക്കും, വർക്ക് ഇൻഡസ്ട്രി ചോദിക്കും, പൊസിഷൻ ചോദിക്കും, മന്ത്ലി ഇൻകം ചോദിക്കും. അത് നിങ്ങളുടെ വർക്കിൻ്റെ ഡീറ്റെയിൽസ് ആണ് ആദ്യം തന്നെ ചോദിക്കുന്നത്. പിന്നെ നിങ്ങളുടെ ലാംഗ്വേജ് ചോദിക്കും, നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ചോദിക്കും, നിങ്ങളുടെ റിലീജിയൻ ചോദിക്കും, നിങ്ങളുടെ മാരേജ് കഴിഞ്ഞാണോ ഇല്ലെന്ന് ചോദിക്കും, നിങ്ങൾക്ക് കുട്ടികളുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ചോദിക്കും, പിന്നെ ഇമെയിൽ ID ചോദിക്കും. ഇത്തരം കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഈ കാര്യങ്ങൾ കറക്റ്റായിട്ട് കൊടുത്ത് നിങ്ങളുടെ പാൻ കാർഡിൻ്റെ നമ്പർ കൊടുക്കാനായിട്ട് പറയും. അപ്പോൾ അടുത്ത പേജിൽ പാൻ കാർഡിൻ്റെ ഡീറ്റെയിൽസ് കാണിക്കും. അത് വെരിഫൈ ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. ഓക്കെ ആണെങ്കിൽ നെക്സ്റ്റ് കൊടുക്കുക. ശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കാനായിട്ട് പറയുന്നുണ്ട്. മൊബൈൽ നമ്പർ കൊടുക്കുക. അതിലേക്ക് OTP വരും. അത് വെരിഫൈ ചെയ്യുമ്പോൾ നിങ്ങളെ KYC കംപ്ലീറ്റ് ആകും. അതിനുശേഷം അഡ്രസ്സ് അവിടെ കാണിക്കും. അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ റെഫറൻസിന് വേണ്ടി 2 പേരുടെ ഡീറ്റെയിൽസ് കൊടുക്കാനായിട്ട് പറയുന്നുണ്ട്. ഫ്രണ്ട്സോ ഫാമിലി മെമ്പേഴ്സോ ആരുടെയെങ്കിലും 2 പേരുടെ റെഫറൻസ് ആയിട്ട് ഡീറ്റെയിൽസ് കൊടുക്കാനായിട്ട് പറയുന്നുണ്ട്. അത് കൊടുത്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യാനാണ് പറയുന്നത്. നിങ്ങളുടെ IFSC കോഡ്, അക്കൗണ്ട് നമ്പർ കാര്യങ്ങൾ കൊടുക്കാനായിട്ട് പറയുന്നുണ്ട്. അത് കൊടുത്ത് സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഡിയർ ഐഡിഷ് പീരിയസ് വി ആർ കറൻറ്റ്ലി ചെക്കിംഗ് യുവർ എലിജിബിലിറ്റി വിച്ച് മേ ടേക്ക് എ ഫ്യൂ സെക്കൻഡ്സ് എന്നൊക്കെ പറഞ്ഞ് എഴുതി കാണിക്കും. ജസ്റ്റ് ഒരു 5-6 മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മതി. നിങ്ങളുടെ അപ്രൂവൽ ഉണ്ടോ ഇല്ലെന്ന് കാണിക്കും. എനിക്കിവിടെ 1200 ഫസ്റ്റ് അപ്രൂവ് ആയിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ എമൗണ്ട് എടുക്കാം. അല്ലെങ്കിൽ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് അപ്ലോഡ് ചെയ്തുകൊണ്ട് ഹയർ എമൗണ്ട് അൺലോക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഞാനിപ്പോൾ അതിന് ശ്രമിക്കുന്നില്ല. തൽക്കാലം നോ താങ്ക്സ് ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ എനിക്കിവിടെ 1200 അപ്രൂവ് ആയിട്ടുള്ളത്. ഡിസ്ബേഴ്സ് ചെയ്യുന്ന എമൗണ്ട് 892 രൂപയാണ്. ഓൾമോസ്റ്റ് എനിക്ക് 208 രൂപ ഫീസ് വരുന്നുണ്ട്. പിന്നെ 78 രൂപ പ്രോസസിംഗ് ഫീസ്, ഡോക്യുമെൻറ്റ് ചാർജ്, ടെക്നോളജി ചാർജ് എന്നൊക്കെ പറഞ്ഞ് മൊത്തം എമൗണ്ട് കട്ടായിട്ട് 892 രൂപയാണ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുന്നത്. ടോട്ടൽ റീപേയ്മെൻറ്റ് വരുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 1214 രൂപയാണ്. 15 ദിവസത്തേക്കുള്ള ടെന്യൂറിലാണ് വന്നിരിക്കുന്നത്. സോ നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് ഒരു സെൽഫി ആഡ് ചെയ്യാനാണ് പറയുന്നത്. സെൽഫി ആഡ് ചെയ്ത് ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്ത് നമുക്ക് ട്രാൻസ്ഫർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. പക്ഷേ സെൽഫി ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ ആപ്ലിക്കേഷൻ അവിടെ റിജക്റ്റ് ആയിട്ടുണ്ട്. അപ്രൂവ് ആയതാണെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ ഫോട്ടോ കൊടുത്ത് നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് കൊടുത്ത് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും. ചിലപ്പോൾ എടുത്ത് റീപേ ചെയ്ത് കഴിയുമ്പോൾ ലിമിറ്റ് കൂടി വരാനുള്ള ചാൻസ് ഉണ്ട് ഈ ആപ്ലിക്കേഷനിൽ. എന്തായാലും ചെറിയ ടെന്യൂറൊക്കെ ആയിരിക്കും. വലിയ ടെന്യൂർ ആയതിനെ കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ആരും എടുക്കാനായിട്ട് നിർബന്ധിക്കുന്നില്ല. കാരണം ചെറിയ ടെന്യൂറേ ഉള്ളൂ. സോ റീപേ ചെയ്യാൻ പറ്റുന്ന അത്ര ഉറപ്പുള്ളവർ മാത്രം ഈ ആപ്ലിക്കേഷൻസ് അത്ര എമർജൻസി സിറ്റുവേഷൻസ് ആണെങ്കിൽ മാത്രം യൂസ് ചെയ്യുക. എന്തായാലും ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്.
സ്വന്തം റിസ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ അപ്ലൈ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അവരുടെ കസ്റ്റമർ കെയറിൻ്റെ മൊബൈൽ നമ്പർക്ക് ആദ്യം കാണിച്ചിട്ടുണ്ട്. ഡിസ്ബേഴ്സ് ആയില്ല അല്ലെങ്കിൽ റീപേ ചെയ്യാൻ പറ്റുന്നില്ല, റീപേയ്മെൻറ്റ് ചെയ്തിട്ട് അതിനകത്ത് കാണിക്കുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ ഡയറക്റ്റ് അവർക്ക് മെയിൽ ചെയ്യുകയോ കോൺടാക്ട് ചെയ്യുകയോ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം വേറെ വീഡിയോയിലൂടെ കാണാം. ബൈ.